ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ടൊരു 4-5 മാസം ആവാറായി. സംഗതി ഇങ്ങനെ ഓളിയിട്ട് പറയുന്ന ഒരാളല്ല ഞാൻ. അതെന്നെ അറിയാവുന്നവർക്കറിയാം. അപ്പം നമ്മുടെ ഒരു വിഷയം, ഞാൻ പറയാവുന്നൊരു കാര്യം മറ്റൊരാളിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങനെ ഉറക്കെ പറയേണ്ടി വരുന്നതാണ്. അല്ലെങ്കിൽ അതിനൊരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ല, ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയില്ലേ, ഒരു ചുമ തൊണ്ടയിൽ ഈ പാട്ടുകളും ശബ്ദങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ തൊണ്ടയിൽ കിച്ച് കിച്ച് വരും. അത് ഇടയ്ക്ക് ചുമയ്ക്കണതാണ്, അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കണില്ല. ഞാനിങ്ങനെ പതുക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഞാനാണെങ്കിലും പെട്ടെന്ന് ആ വീഡിയോ മാറ്റും. കാരണം നമ്മുടെ മൈൻഡിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മളാ വീഡിയോ പെട്ടെന്ന് മാറ്റി വേറൊരെണ്ണം എടുക്കും. അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ഓളിയിട്ട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട് ഞാൻ നിൽക്കുന്നത് അയ്യന്തോളിൻ്റെ അവിടെയാണ്. ഞാൻ പൂങ്കുന്നം എംബല്ല റൂട്ടിലാണ്. താരമ്പൽ രാമകൃഷ്ണൻ്റെ ആ ഒരു സ്മരണാർത്ഥം ആളുള്ളപ്പോൾ പണിതിട്ടുള്ളതാണ്. അപ്പോൾ ആ റോഡിനാ പേരിട്ടേക്കാണ്. പിന്നെ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ അറിയാവുന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മൾ 1 ലൈക്ക് വ്യൂസായി എന്ന് വിചാരിച്ചിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാനൊന്നും പോണില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട്. ആ വഴിക്കൊരു ട്രെയിൻ പോകുന്നുണ്ട്. അതിൻ്റെ ശബ്ദം കേൾക്കണ്ടോന്നറിയില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പിറ്റേ ദിവസം എഴുന്നേറ്റ് വീണ്ടും നടക്കണു, യാത്ര ചെയ്യണു, കാഴ്ചകൾ കാണുന്നു, ജീവിതം മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷെ പല പല ഘട്ടങ്ങളിലായിട്ട് വേണമെങ്കിൽ ലോകത്തിന് അവസാനിക്കാം. അപ്പം അതിൻ്റെയൊക്കെ കാരണം നോക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള മനുഷ്യരായിരിക്കാം. ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗമാസിൻ്റെ കൂടെയോ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലല്ല. പണ്ട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ നിന്നിട്ടോ ഏതെങ്കിലും ഒരു സൈഡ് പാർട്ടി മീൻസ് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മനുഷ്യന്മാർ മരിക്കുന്നത് കാണുമ്പോൾ, പിന്നെ ചാച്ചാജിയുടെ ജന്മദിനം, അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ ഓളി അല്ലെങ്കിൽ ഇപ്പോൾ അവർ അവിടെ കിടന്ന് കാണിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ, ഭക്ഷണം കിട്ടാതെ അലയുമ്പോൾ, ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ എനിക്ക് തന്നെ അതൊരു സുഖമായിട്ട് തോന്നിക്കാറില്ല. അപ്പോൾ ഇസ്രായേലായാലും ഗമാസായാലും അമേരിക്ക ആയാലും റഷ്യ ആയാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. എന്നിട്ടും നമ്മളത് തുടർന്നു പോണു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ വേറെ നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങളുണ്ടെന്ന് വേണം കരുതാൻ. എന്തെങ്കിലും പണക്കൊതിയായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ യുദ്ധം ചെയ്തിട്ടുള്ളത് ദൈവത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. നിങ്ങളാണ് ദൈവത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ. ഞാൻ പറയണം, ഞാനാണ് ദൈവത്തിന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ പറയണം ഞാനാണ് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ. സോളമൻ ഗോഡ്സ് എന്ന് പേരൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയണത് കേൾക്കുന്ന മറ്റൊരാൾ പറയണം. ഊഹിച്ച് പൂരിപ്പിക്കാം, അടാട്ട് ഊഹിച്ച് പൂരിപ്പിക്കാം. പിന്നെ മറ്റുള്ളവർക്ക് അറിഞ്ഞു വരുന്നുള്ളൂ. ഇപ്പോൾ റഷ്യ അതുപോലെ മ്യാൻമാർ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല.
അപ്പോൾ അവരോട് ചോദിക്കാൻ പോകണില്ല, വെറുതെ നമ്മളെ ആവശ്യമില്ലാണ്ട് ഈ ഫിലിപ്പൈൻസുകാരോടൊക്കെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സോളമൻ അഡാട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വല്ലാണ്ട് ഡയലോഗ് കൂടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ജനം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലോകന്മാരുടെയും തന്തയുടെ വകയല്ല എന്നൊക്കെ പറഞ്ഞ പോലെ സിനിമ ഡയലോഗ് കേൾക്കാൻ നല്ല രസമാണ്. ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു താടി വെച്ചിട്ടുള്ള ഒരു സിനിമ 10 പ്രാവശ്യം കണ്ടു. എന്നിട്ട് ഞാൻ തന്നെ മനസ്സിൽ പറഞ്ഞത് ഇതൊന്നും നടക്കണ കാര്യമില്ല. ഒരു കോടതിക്കായിട്ടുള്ളൊരു സിനിമയാണ്. ഇതാരുടെയും തന്തയുടെ വകയല്ല എന്നൊക്കെ പറഞ്ഞൊരു ജാതി ഡയലോഗ്. ആ സിനിമ അതിൽ വെച്ചിട്ട് ആ ഡയലോഗ് നിർത്തിയതുകൊണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയലോഗ് കേൾക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഡയലോഗുകളാണ്. അപ്പോൾ വളരെ ഞരമ്പിൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ നല്ല ഒരു ഡയലോഗായിട്ട് തോന്നിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ വിഷയം മാറിപ്പോവാണ്. അതായത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പം അതിനോടനുബന്ധിച്ച മറ്റുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ജനം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാജ്യത്തിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടോ യുദ്ധത്തിൽ കൂടെ അല്ലാണ്ട് തന്നെ നയതന്ത്രപരമായിട്ട് പണ്ടൊക്കെ കോഫി അന്നൻ ഒക്കെയുള്ള സമയത്തൊക്കെ അങ്ങനെ ഐക്യരാഷ്ട്രസഭയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വേൾഡ് ന്യൂസിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടു ഞാൻ. അതായത് ഒരു ചാനലിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇട്ടാനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയവും പ്രതിപാദ്യ വിഷയമായിട്ട് മാറിയത്. കാരണം അതിപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോംബിങ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് തന്നെ അതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. ബോംബിങ് എന്ന് പറഞ്ഞ ഒരു ഇസ്രായേലിൽ നടക്കുന്ന ഒരു വിഷയം. റഷ്യ, ഉക്രൈൻ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം തന്നെയാണ്. ഇന്നും അവിടെയൊന്നും യുദ്ധം അവസാനിച്ചിട്ടില്ല. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടൊക്കെ അവസാനിപ്പിക്കാവുന്ന യുദ്ധങ്ങൾ അതിങ്ങനെ നീണ്ടുപോകുന്നു. അത് ചില തൽപര കക്ഷികളുടെ ആവാം, മറ്റുള്ളതാവാം. പക്ഷെ നമ്മൾ ഈ വാർത്തയിൽ കൂടിയൊക്കെ അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മറ്റൊരാൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വിഷമം. നമ്മളിവിടെ ഞങ്ങൾ പറയണ പോലെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയണ പോലെ. അപ്പം ഇത് പറഞ്ഞു വരുമ്പോൾ അതിനൊരു ഉത്തരമോ ചോദ്യമോ കിട്ടാതെ വരും. കാരണം ബാക്ടീരിയ എന്ന് പറയരുത്. കാരണം അതൊക്കെ എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ അവരവിടെ ജനിച്ചു പോയി മണി പറയണ പോലെ വീണ്ടും മണിയുടെ ആ ഒരു ഇതന്നെ വീണ്ടും വരികയാണ്. മണി പറയണ പോലെ ഇന്ന് പറഞ്ഞ് മണി പറയാം അല്ലേ, അവരവിടെ ഇരുന്ന് പഠിച്ചു, ഇവിടെ ഇരുന്ന് പഠിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാനെന്തായാലും കൂടുതൽ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് കിടക്കണില്ല. അപ്പം ഇന്ന് കുറച്ചൊരു സീരിയസ് ആയിട്ട് പതുക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പതുക്കെ സംസാരിക്കൽ വളരെ കുറവാണ്. വണ്ടിയിലേക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. പിന്നെ ഒരു പ്രോഗ്രാം, അതിൻ്റെ ആ ഒരു വിജയം മീൻസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. ഇന്നിവിടെ ഇരിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്കെന്തെങ്കിലും മിമിക്രി, എന്തെങ്കിലും പഴയതൊക്കെ വീണ്ടും തട്ടിക്കുടഞ്ഞ് ചെയ്യാൻ പറ്റണു. ഈ പഴയ കുപ്പി പുതിയ വീഞ്ഞിൽ എന്നൊക്കെ പറയണ പോലെ, അല്ല പുതിയ വീഞ്ഞ് പഴയ കുപ്പിയിൽ അങ്ങനെയൊക്കെ പറയണ പോലെ ഈ തിരിച്ചും മറിച്ചും ഇടൽ തന്നെയാണ് ഈ മിമിക്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്നുകൊണ്ട്. അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നേരെ തിരിച്ചെഴുതുക. വളരെ അപൂർവം ചില പേരൊക്കെ ചാനലുകളിലൊക്കെ കാണാം. അതൊന്ന് കുട്ടികളുടെ സ്വന്തം എന്ന് പറയുമ്പോൾ നെഹ്റു എത്ര വർഷം, നെഹ്റു കുടുംബത്തിനെയൊക്കെ ഓരോന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ നെഹ്റുവിനെ കുറിച്ച് ഞാനൊന്ന് നോക്കിയപ്പോൾ ആളെക്കുറിച്ച് പുസ്തകത്തിലൊക്കെ പണ്ട് വർഷങ്ങളോളം 10, 11, 9 ഈ വർഷത്തിനിടയ്ക്കൊക്കെ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്.
എൻ്റെ അപ്പനൊക്കെ പറയാറുണ്ട്, അവരുടെ ഫാമിലിക്കൊക്കെ നമ്മുടെ അന്നത്തെ ആളുകൾക്ക് 5 രൂപ വെച്ചിട്ട് കൊടുക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയ്ക്കും വലിയ ഫാമിലി ആയിരുന്നു അവർ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കൂടിയും പറയണം. നെഹ്റു പാവർട്ടിയിലോ തൃശ്ശൂർ വന്ന സമയത്ത് നമ്മുടെ അവിടെ നിന്ന് നമ്മുടെ ആളുകൾ ഞങ്ങൾ ദരിദ്രരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പ പുഴുങ്ങിയതും നമ്മുടെ മരച്ചീനി കൊള്ളി ഉണ്ടല്ലോ അത് പുഴുങ്ങിയതും കുറച്ച് പഞ്ചസാരയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പം ഞങ്ങൾ ഇത്രയും പുവർ ആണ്, നമ്മൾ ഇംഗ്ലീഷ് ഞാൻ പറയണത് നിങ്ങൾക്കറിയാമല്ലോ, അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും ദരിദ്രരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ ഇദ്ദേഹം ഇത് കഴിച്ചിട്ട് പറഞ്ഞു വാവ്. കാരണം അദ്ദേഹം അതുപോലത്തെ ഒരു പലഹാരം ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നെഹ്റു പറയണ വാവ് ഇത് വെരി ബെസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇംഗ്ലീഷിൽ കുറേ സംസാരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞ കാര്യം. അപ്പോൾ ഇത് കൊടുത്തവർ പെട്ട പോലെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മരച്ചീനി കൊടുത്തപ്പോൾ അത് മോശമാവുമെന്നാണ് അവർ വിചാരിച്ചത്. കൊടുത്ത നമ്മൾ വിചാരിച്ചത് ഇത് മോശമാവും, ഇത്രയും മോശമായ ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത്, ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തു തരാം എന്നൊക്കെയാണ് പറയുന്നത് വിചാരിച്ചിട്ട് കൊടുത്തത്. പക്ഷെ ആൾ പറഞ്ഞതല്ല, ഇത്രയും നല്ല ഫുഡാണ് നിങ്ങൾ കഴിക്കണേ, വെരി ഗുഡ്, നല്ല ആളുകളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞിട്ടാണ് ആൾ ഇവിടുന്ന് പോയതെന്നാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം. അപ്പോൾ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അദ്ദേഹം കിടന്നിട്ടുള്ള വർഷങ്ങൾ, ആ കിടന്നിട്ടുള്ള വർഷങ്ങളിലൊക്കെ ആൾ ചിന്തിക്കുകയായിരുന്നു, നാടിനെ എങ്ങനെ രക്ഷപ്പെടുത്താം, നാടിനെ എങ്ങനെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം കൂലങ്കൂഷമായിട്ട് ചിന്തിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങളിലും അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം ഹനിക്കുക എന്ന് പറഞ്ഞ പോലെ പ്രിസൺ, നമ്മൾ ജയിലിൻ്റെ ഉള്ളിൽ ഒരു 9 വർഷം അല്ലെങ്കിൽ ഒരു ദിവസം ഒരാഴ്ച കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ശിക്ഷയൊന്നും വേറെ കിട്ടാനില്ല. അപ്പം അങ്ങനെ കിടന്നിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ചാച്ചാജി എന്നറിയാം, അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താന്ന് റോസാപ്പൂ വയ്ക്കാറുണ്ട്. അപ്പം ഞാൻ ഈ റോസാപ്പൂ പൊട്ടിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് പൂ പൊട്ടിക്കായിരുന്നു പറയാറ്. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഈ റോസാപ്പൂ അങ്ങനെ സ്ഥിരം ഓരോന്ന് വെച്ചിട്ട് നടക്കാറ്. അപ്പം അതിന് ഞാൻ കുറ്റം പറയണില്ല, അതെന്തായാലും നന്നായി. കാരണം നമ്മൾ പറഞ്ഞത് അത് വേറൊരു വിഷയമാവും, അല്ലെങ്കിൽ അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പൂക്കളോട് ഇഷ്ടമാണ്, അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞത് ഇത്രയ്ക്കുള്ളൂ. ഒരു സുപ്രഭാതം പൊട്ടി വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ പോലെ ജീവിതം എന്ന് പറഞ്ഞ പോലെ സൂര്യൻ ചന്ദ്രൻ്റെ പോലെ തന്നെയാണ്. കാരണം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഒരു ദിവസം ഉദിക്കാണ്ടിരുന്ന എന്തുണ്ടാവുക? മൊത്തം ഇരുട്ടാവും. ഇരുട്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അല്ല, സൂര്യൻ ഒരു ദിവസം ഉദിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ചിന്തിച്ചിട്ടുണ്ടോ അത്? നമുക്കൊരു ദിവസം, ഞാനിപ്പോൾ ഈ ബ്ലൈൻഡ് ടീമുകളൊക്കെ കൊണ്ടുപോകാറുള്ള പറഞ്ഞ പോലെ കണ്ണ് ഒരു മിനിറ്റ് നേരം അടച്ച് പിടിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇരുട്ടിനെ ഉണ്ടാക്കാനുള്ള ബൾബില്ല, വെളിച്ചം തരാനുള്ള ബൾബ് കണ്ടുപിടിച്ചിട്ടുള്ള ഒന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഡയലോഗുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ശുഭചിന്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മിമിക്രി, ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ മിമിക്രി ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഒരു പറഞ്ഞ പോലെ അതെൻ്റെ ഒരു കഴിവുകേടായിട്ട് കാണരുത്. കാരണം അത് എനിക്ക് വർഷങ്ങളായിട്ട് ഞാനത് കാത്തു സൂക്ഷിക്കുന്ന ഒരാളും കൂടിയാണ്. കാരണം അത്ര ബുദ്ധിമുട്ടിയിട്ടാണത് പഠിച്ചത്. പലരും പറയുന്നുണ്ട് നീ എനിക്ക് മിമിക്രി വേണ്ട, നീ മീൻ നന്നാക്കി നടന്ന പോലെ എന്ന് പറയുന്നുണ്ട്. രണ്ടിലുണ്ട് മീൻ, രണ്ടിലുണ്ട് മുക്രി എന്ന് പറഞ്ഞ പോലെ, രണ്ടിലുണ്ട് മീൻ. മിമിക്രിയിലുണ്ട് മീനിലുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഒന്നിലും മീൻ നന്നാക്കുക അല്ലെ മിമിക്രി ചെയ്യാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പണ്ടത്തെ മിമിക്രിയിലത്തെ ഒരു 2 വാക്കുകൂടെ പറയുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ചാച്ചാതി എന്ന് പറയുമ്പോൾ ഒരു പാട്ടും വേണമെങ്കിൽ കുട്ടികളുടെ ആവാം. പിന്നെ ഇപ്പോഴും വെറുപ്പിക്കണേൽ വലിയ കാര്യമില്ല. നമ്മളിപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇതന്നെ, എൻ്റെ സോളമൻ നീ എന്നും ഈ പറഞ്ഞ ഡയലോഗ് തന്നെ പറയണോ, എന്നും ഈ തന്നെ ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ സൂര്യൻ ഉദിക്കുന്നു, ഉദിച്ചു വരാൻ പോണ്, ചന്ദ്രൻ പോയി. അപ്പം ഇവരുള്ള കാരണം തന്നെയാണ് നമ്മളും ഇവരെ കണ്ടിട്ട് തന്നെയാണ് നമ്മളും പഠിക്കേണ്ടത്.
അത് രാവിലെ എണീറ്റു, ഇവിടെ എന്തോ കിളികൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അവരും തല്ലുകൂടുന്നുണ്ട്. വയലിലെ കിളികൾ നോക്കുക, ഒരു വിതയ്ക്കുന്നില്ല, ശേഖരിക്കുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ. അവർ കാലത്തിറങ്ങി, അവർ ഭക്ഷണം തേടി പോണു. അവർ ഭക്ഷണം കിട്ടാണ്ട് വിശന്ന് ചാവണമെന്നില്ല, പക്ഷെ അവരത് ഭക്ഷണം തേടി പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ആരെങ്കിലും കളിയാക്കിയെന്ന് വിചാരിച്ചിട്ട് തൂങ്ങി ചാവാൻ പോകണില്ല. അവർക്ക് കുറച്ചും കൂടി ഫ്രീ ആണെന്ന് തോന്നുന്നു, മനുഷ്യന്മാരെക്കാളും കുറച്ചും കൂടി ഫ്രീ അവരാന്ന് തോന്നുന്നുണ്ട്. ഫ്രീ ബേർഡ് എന്നൊക്കെ പറയണത് അങ്ങനെയാണ്. കാരണം വെച്ചാൽ അവർ പരമാവധി ആരെയും അങ്ങനെ നോക്കി നിൽക്കണില്ല, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണില്ല. അവർ പറ്റാവുന്നവർ പോയി ഫുഡ് കൊണ്ടുവരുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും വന്ന് കിടന്നുറങ്ങണു, വീണ്ടും കാലത്ത് എണീക്കിന് പോണു. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യത്യാസമുള്ളൂ. ഏത് ചിന്തിക്കാൻ നിൽക്കാറില്ല, ചിരിക്കാൻ നിൽക്കാറില്ല, അതൊക്കെയാണെന്ന് തോന്നുന്നു വ്യത്യാസമുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം തന്നെയല്ലേ. കാരണം ചിരിക്കാൻ നിൽക്കണില്ല അല്ല നമ്മൾ പറയില്ല. അത് ഞാൻ പറഞ്ഞിട്ട് വീണ്ടും വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം എൻ്റെ ആ ഒരു മിമിക്സിൻ്റെ ഒരു ചെറിയ ഐറ്റം ഞാൻ ഒന്നുകൂടിയും പറയണം. ഇവിടെ ഇപ്പം നടക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പം അവരൊക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഓടിപ്പോകുന്നില്ല. ചിലരിങ്ങനെ നോക്കി നിൽക്കും, ഇതെന്താ അത്. അപ്പോൾ പഴയ ഒരു മിമിക്സിലെ ഏതാനും ചില എന്തുകൊണ്ട് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഉത്തമ പുസ്തകമാണ് എന്തുകൊണ്ട്. ഒരു ബാഗുണ്ട്, അത് വിൽക്കാൻ ഇറങ്ങുന്ന ഒരാളുടെ അന്നത്തെ ഒരു ക്യാപ്ഷനാണ്. അതായത് പറയാലോ അല്ല, എന്തുകൊണ്ട് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഉത്തമ പുസ്തകമാണ് എന്തുകൊണ്ട്. പാറപ്പുറത്ത് കല്ലിട്ടിരിക്കുമ്പോൾ കറക്കറ ശബ്ദങ്ങൾ കേൾക്കുന്ന എന്തുകൊണ്ട്, വവൽ മുരത്തിൽ തൂങ്ങിക്കിടന്ന് ആടുന്ന എന്തുകൊണ്ട്, ആനച്ചെവി ആട്ടുന്ന എന്തുകൊണ്ട്, ഇത്തരത്തിലുള്ള അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഉത്തമ പുസ്തകമാണ് എന്തുകൊണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ പേരെന്താണ്, ഇത്തരത്തിലുള്ള അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഉത്തമ പുസ്തകമാണ് എന്തുകൊണ്ട്. ഓക്കെ.